തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ഒടുവിൽ മനസ്സ് തുറക്കുകയാണ്. കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം അഫാൻ ജയിൽ അധികൃതരോട് വിശദീകരിച്ചു. കടബാധ്യത ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് നിരന്തര അധിക്ഷേപമാണ് ഉണ്ടായത്. കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും താനും ആത്മഹത്യ ചെയ്യുമെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു. ജയിലിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അഫാൻ ഇപ്പോൾ ഉള്ളത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, തുടക്കം മുതൽ കേസുമായി ബന്ധപ്പെട്ട് പ്രതി അഫാന്റെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അഫാൻ പറയുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. അത് 1/2 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ വെഞ്ഞാറമൂട് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അഫാന്റെ പിതാവ് പറയുന്നത് വീട്ടാൻ കഴിയാത്ത ബാധ്യതകളൊന്നും തനിക്കില്ലായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയാകാം ഇത്രയധികം ബാധ്യത ഈ കുടുംബത്തിന് മേൽ വന്നത് എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു മിസ്മാനേജ്മെൻറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അഫാന്റെ അമ്മയും അഫാനും ഈ വരവറിയാതെ പണം ചെലവാക്കിയത് കൊണ്ടാണ് ബാധ്യത ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതിനിടയിലാണ് 8 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അഫാനെ പൂജപ്പുരയിലെ സബ് ജയിലിലേക്ക് മാറ്റിയത്. സബ് ജയിലിൽ എത്തിച്ച ശേഷം ജയിൽ അധികൃതരുമായി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് ഈ കൊടും ക്രൂരകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അഫാൻ തന്നെ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയത്. കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായതിൻ്റെ പേരിൽ പല അടുത്ത ബന്ധുക്കളോടും പണം വായ്പയായി ചോദിച്ചിരുന്നു. പക്ഷേ ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും ഒന്നും സഹായിക്കാൻ തയ്യാറാകാതെ തന്നെയും മാതാവിനെയും അധിക്ഷേപിക്കുന്ന പെരുമാറ്റമാണ് ഉണ്ടായത്. അതാണ് പിതാവിൻ്റെ സഹോദരനോടുള്ള വൈരാഗ്യം വർദ്ധിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയതും. അതോടൊപ്പം അമ്മയെ ആക്രമിച്ചപ്പോൾ അമ്മ കൊല്ലപ്പെട്ടു എന്നാണ് കരുതിയത്, മരണപ്പെട്ടു എന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെയും താൻ കൊല ചെയ്തത് എന്നാണ് അഫാൻ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയത്. അതോടൊപ്പം താൻ പുറത്തിറങ്ങിയാൽ ആത്മഹത്യ ചെയ്യും, അതായത് തനിക്കും ഇനി ജീവിക്കേണ്ട എന്ന കാര്യം കൂടി ഉദ്യോഗസ്ഥരോട് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ അഫാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. തനിക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരും നഷ്ടമായി കഴിഞ്ഞു, ഇനി താൻ മാത്രമായി ബാക്കിയാകണ്ട എന്നാണ് അഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു വെച്ചത്. ഡാൻ, ഈ കേസിൽ അഫാന്റെ പിതാവ് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ അഫാന് ഇതുപോലൊരു ഇത്തരമൊരു വലിയ കടബാധ്യത ഉള്ളതായി അറിവുണ്ടായിരുന്നില്ലെന്ന്. തുടക്കം മുതൽ പുറത്തു വന്ന വിവരങ്ങളിലൊന്ന് അഫാന്റെ ആഡംബര ജീവിതമായിരുന്നു. ഈ സാമ്പത്തിക നില അത് മതിമറന്നുള്ള ഒരു ജീവിതം, ആഡംബര വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ബൈക്കൊക്കെ ഉപയോഗിക്കുന്നു. ഈ കാര്യങ്ങളൊന്നും അഫാന്റെ പിതാവിന് അറിവുണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണോ? അതായത് 8 വർഷമായി അദ്ദേഹം വിദേശത്തായിരുന്നു. അവിടെ ഈ നിതാഖത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഈ നിയമപരമായ ചില തടസ്സങ്ങൾ ഉള്ളതിനാലാണ് നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിക്കാനും സംസാരിക്കാനുമൊക്കെ ഉള്ള ഒരു പരിമിതികൾ കൂടി അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല സമൂഹ മാധ്യമങ്ങൾ അടക്കം ഉപയോഗിക്കുന്നതിന് ചില നിയമപരമായ തടസ്സങ്ങൾ അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തുടർച്ചയായി വീട്ടിലെ വിശദാംശങ്ങളൊന്നും അദ്ദേഹത്തിന് വിളിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. ഈ സംഭവം ഉണ്ടാകുന്നതിനും ഒരാഴ്ച മുമ്പാണ് അവസാനമായി അഫാനുമായി പിതാവ് ഫോണിൽ സംസാരിക്കുകയും ചെയ്തത്. അദ്ദേഹം തന്നെ അക്കാര്യം മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയതുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ ഈ കുടുംബത്തിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നത് വസ്തുതയാണ് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. പക്ഷേ ഈ ഏത് തരത്തിലാണ് ഇത്രയധികം ലക്ഷം രൂപയുടെ ചെലവ് ഇവർക്കുണ്ടായത് അതിനെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം വൻ തുകകൾ കടമായി നൽകിയിരിക്കുന്ന 10-ലധികം ആളുകൾ, അവരിൽ ചിലർ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട് ഈ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചതോടെയാണ് അവർ സമ്മർദ്ദത്തിലാകുകയും ആത്മഹത്യയിലേക്ക് പോകണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ ഈ ഷെമി, അതായത് അഫാന്റെ ഉമ്മ ഷെമി, ഭയം കാരണം താൻ ആത്മഹത്യ ചെയ്യാനില്ല എന്ന് പറഞ്ഞതോടെയാണ് ഈ നീക്കം പാളുകയും പിന്നെ ഇനി ഏക പോംവഴി എല്ലാവരെയും ഇല്ലാതാക്കിയ ശേഷം താനും ആത്മഹത്യ ചെയ്യുകയുമാണ് എന്നൊരു നിഗമനത്തിലേക്ക് അഫാൻ എത്തുകയും അതിന്റെ ഭാഗമായി കഴിഞ്ഞ 24-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് വൈകുന്നേരം. അതോടൊപ്പം അറിയേണ്ടത് എങ്ങനെയാണ് ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണല്ലോ ഈ എല്ലാവരെയും കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്റർനെറ്റിലോ മറ്റോ അഫാൻ തിരഞ്ഞിരുന്നോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇത്രയും ക്രൂരമായ രീതിയിൽ 5 പേരെ, അത് ഉറ്റവരെ അടക്കം
കൂട്ടക്കുരുതി നടത്തുക, അതും 6 മണിക്കൂറിനുള്ളിൽ 5 പേരെ കൊലപ്പെടുത്തുക, ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് അഫാൻ എത്തിയത് എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? ഈ 23-കാരൻ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സ്മാർട്ട് ഫോൺ വിശദമായ പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അന്വേഷണ സംഘം. അതിലൂടെ ഇതിന്റെ ഫോർമാറ്റ് ചെയ്ത നിലയിൽ പോലീസിന് ലഭിച്ച ഈ ഫോണിലെ വിശദാംശങ്ങൾ റിട്രൈവ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ ഏത് തരത്തിലാണ് ഈ ചുറ്റിക ഉപയോഗിച്ച് ഇത്തരത്തിൽ ക്രൂരമായി കൊലപാതകം നടത്താനുള്ള പരിശീലനം ലഭിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത കൈവരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രതീക്ഷ. അതോടൊപ്പം വരുന്ന തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി അഫാനെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അങ്ങനെയാണ് നെടുമങ്ങാട് കോടതിയിൽ അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനിരിക്കുന്നത്. അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഏത് തരത്തിലാണ് ഈ കൂട്ടക്കൊലപാതകത്തിന് വേണ്ട പരിശീലനം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഈ ചുറ്റിക കൊണ്ട് അടിച്ച് ഇവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നതിനുള്ള ആ ഒരു പരിശീലനം എവിടെ നിന്ന് അഫാന് ലഭിച്ചു എന്ന കാര്യത്തിലടക്കം വ്യക്തത കൈവരികയുള്ളൂ. ഈ അപരിചിതരല്ല മരിച്ചവരാരും, അവരെല്ലാവരും അഫാൻ ഏറെ സ്നേഹിച്ചിരുന്നവരാണ്. സ്വന്തം അമ്മയെയും സഹോദരനെയും പ്രണയിനിയെയും ഒക്കെ ഇങ്ങനെ നിഷ്ഠൂരമായ രീതിയിൽ ആക്രമിക്കാൻ എങ്ങനെ ഈ 23-കാരന് കഴിഞ്ഞു? നേരത്തെ ഒരു ട്രാക്ക് റെക്കോർഡിലും അങ്ങനെയൊരു ദുരൂഹമായ സ്വഭാവം ആരും തന്നെ അഫാൻ ഉള്ളതായി വെളിപ്പെടുത്തിയിട്ടില്ല. നാട്ടുകാരോ സ്കൂളിലെ അധ്യാപകരോ ഇയാളുമായി ബന്ധപ്പെട്ടിരുന്ന മറ്റ് സുഹൃത്തുക്കളോ ഒന്നും അഫാനു പേരിൽ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായുള്ള ഒരു സൂചനകളും പോലീസിന് ഇതുവരെ നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെ വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവിന് ഇത്രയധികം ആളുകളെ ഒരു കേവലം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇങ്ങനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ കഴിയും? അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് ഇയാൾക്ക് എങ്ങനെയാണ് എത്താൻ കഴിഞ്ഞത്? അതിനുശേഷം ലാഘവത്തോടെ പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ 6 പേരെ കൊന്നിട്ടാണ് വരുന്നതെന്നൊക്കെ എങ്ങനെ നിസ്സാരമായി ഇയാൾക്ക് പറയാൻ കഴിയും? അതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.